എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കാം. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കാം. ഇന്റർമിക്സിംഗ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസ് so as to redistribute their energies, resulting in the formation of new set of orbitals of equivalent energies and shape. ഹൈബ്രിഡൈസേഷന്റെ ഡെഫിനിഷൻ ആണിത്. ഓക്കെ, അപ്പോൾ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ ഡിഫറെന്റ് എനർജിയിൽ ഇരിക്കുന്ന ഓർബിറ്റലുകൾ, നമുക്കറിയാം SP, D, F എന്നിങ്ങനെ ഉള്ള ഓർബിറ്റൽസ് ആണ് ഓരോ ആറ്റത്തിലും വരുന്നത്. അപ്പോൾ ബോണ്ട് ഫോർമേഷന്റെ സമയത്ത് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാൻ പാകത്തിന് ഈ ഓർബിറ്റൽസ് എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരേ ഷേപ്പും എനർജിയുമുള്ള പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടായ ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യണമെങ്കിൽ ഡിഫറെന്റ് എനർജി ഉള്ള ഓർബിറ്റൽസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യില്ല, അവർക്ക് ഈക്വൽ എനർജിയും ഷേപ്പും വേണം. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓൾവേസ് ഈക്വലന്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് എപ്പോഴും ഈക്വൽ എനർജിയും ഷേപ്പ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കാറുണ്ട്. ഡീജനറേറ്റ്, ഈക്വൽ എനർജിനെ പറയുന്നതാണ് ഡീജനറേറ്റ്. ഓക്കെ, എത്ര ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്തിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് തന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. SP ഹൈബ്രിഡൈസേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു S ഓർബിറ്റലും ഒരു P ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് രണ്ട് SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതാണ് എത്ര ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. എത്ര ഓർബിറ്റൽസ് ആ കമ്പൈൻ ചെയ്യുന്നത്? 1, 2 രണ്ട് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ഗെറ്റ് ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ, ഈ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാം ഒരു നിശ്ചിത സ്പേസിൽ ഓറിയന്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത ജോമെട്രിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ദേ ആർ ഡയറക്റ്റഡ് ഇൻ സ്പേസ് ഇൻ സം ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ജോമെട്രി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഈ ഇലക്ട്രോൺ പെയേഴ്സും ബോണ്ടുകളും തമ്മിലുള്ള റിപ്പൾഷൻ മിനിമം ആക്കിക്കൊണ്ടുള്ള ഒരു ജോമെട്രി ആയിരിക്കും അവർ അറ്റൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നതെല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ജോമെട്രി ഉണ്ടാവും. ആ ജോമെട്രി എങ്ങനെയാണ് അവർ ആ ഒരു അറേഞ്ച്മെന്റിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ മിനിമം റിപ്പൾഷൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്യുവർ ആറ്റോമിക് ഓർബിറ്റൽസിനേക്കാളും സ്റ്റേബിൾ ബോണ്ടുകളായിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഹൈബ്രിഡൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷന്റെ കണ്ടീഷൻസ് നോക്കാം. അതായത് എങ്ങനെയുള്ള ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെടുക എന്നുള്ളത്. ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ദ ആറ്റം ആർ ഹൈബ്രിഡൈസ്ഡ്. എപ്പോഴും നമുക്കറിയാം ഒരു ബോണ്ട് ഫോർമേഷന്റെ സമയത്ത് വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ വാലൻസ് ഷെൽ ആയിരിക്കും ഹൈബ്രിഡൈസേഷന് വിധേയമാകുന്നത്. ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ ഷുഡ് ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജി. നമ്മൾ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള എനർജി ഉള്ളവരാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നാലും നമ്മൾ പറയുന്നത് ഏകദേശം ഒരു എനർജി ഈക്വലൻസ് വേണം. ഡിഫറെന്റ് എനർജി ആയിരുന്നാൽ കൂടി അവർ തമ്മിൽ വലിയ വ്യത്യാസം വരാൻ പാടില്ല. ഓൾമോസ്റ്റ് ഈക്വൽ എനർജി ഉള്ളവരായിരിക്കും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. ഈ പോയിന്റ്സ് ഓർത്തു വെക്കാം. It is not necessary that only half-filled orbitals participate in hybridization. Half-filled orbitals തന്നെ ഹൈബ്രിഡൈസ് ചെയ്യണം നിർബന്ധമില്ല. കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസും ചിലപ്പോഴൊക്കെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാറുണ്ട്. പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് എസെൻഷ്യൽ കണ്ടീഷൻ പ്രയർ ടു ഹൈബ്രിഡൈസേഷൻ. ഈ ഹൈബ്രിഡൈസേഷൻ നടന്നു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ ഈ ഇലക്ട്രോൺസ് വേറൊരു ഓർബിറ്റലിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ് ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ അതിനകത്ത് ഓർബിറ്റൽസിന് ഉണ്ടാവേണ്ട കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ഓരോ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇനി നോക്കാം. ഫസ്റ്റ് വൺ SP ഹൈബ്രിഡൈസേഷൻ. SP ഹൈബ്രിഡൈസേഷനെ നമ്മൾ ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ,
അപ്പൊ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ഇതില് ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും ഹൈബ്രിഡൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് sp ഓർബിറ്റൽസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. അപ്പം s ഓർബിറ്റല് നമുക്കറിയാം സ്പെറിക്കൽ ഷേപ്പ് ആണ്, p ഓർബിറ്റല് ഡംബൽ ഷേപ്പ് ആണ്. അപ്പൊ ഇവര് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഈക്വൽ ഷേപ്പും എനർജിയുമുള്ള sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഈ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാ നോക്കൂ, എസും പിയും കമ്പൈൻ ചെയ്തിട്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ബെർലിയം ക്ലോറൈഡ് ആണ്. അപ്പൊ ബെർലിയം ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. അപ്പൊ ബെർലിയത്തിന്റെ sp ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. കണ്ടോ, ബെർലിയത്തിന്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് ക്ലോറിന്റെ p ഓർബിറ്റൽസ് വന്നിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് നോക്കാം. ബെർലിയത്തിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ 1s2 2s2 എന്നാണ്. അപ്പൊ അവിടെ 2p ഓർബിറ്റൽസ് വേക്കന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നോക്കൂ, 2 സെക്കൻഡ് ഷെൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഓൾറെഡി എസും പിയും ഉണ്ടാവും. പക്ഷേ ബെർലിയത്തിന്റെ കേസിൽ എസിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ, p ഓർബിറ്റൽ അവിടെ വേക്കന്റ് ആയിരിക്കുന്നു. കണ്ടോ, ഇനി ഇത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് സാധാരണഗതിയിൽ. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 2sൽ നിന്ന് ഒരു ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്ത് 2pയിലേക്ക് കൊടുക്കുന്നു. കേട്ടോ, എന്നിട്ട് ഈ ഒരു 2s ഓർബിറ്റലും ഈ ഒരു 2p ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തിട്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് രണ്ടെണ്ണം ഉണ്ടാക്കും. ഈ sp ഓർബിറ്റൽസിലേക്കാണ് ക്ലോറിൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് sp ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഒരു എക്സാമ്പിൾ ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ പറയാം. അപ്പൊ CO2 ആണെങ്കിൽ സെൻട്രൽ ആറ്റം കാർബൺ. അപ്പൊ കാർബണിന്റെ ഇതേപോലെ അവസാനത്തെ ഷെല്ലിലുള്ള ഒരു എസും ഒരു പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് അതിലേക്ക് ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യും. ബെർലിയം ക്ലോറൈഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ബോറോൺ ഡൈഫ്ലൂറൈഡ് BF2, C2H2 നമ്മുടെ അസറ്റിലീൻ, CH ട്രിപ്പിൾ ബോണ്ട് CH, അതാണ് C2H2. ഇതെല്ലാം sp ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഏതിന്റെ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഹൈബ്രിഡൈസേഷൻ നോക്കാം. അപ്പൊ ആദ്യം സെൻട്രൽ ആറ്റം എടുക്കുക, സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് നോക്കി അതനുസരിച്ച് എത്ര പേരാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യാൻ വരുന്നത് എന്നുള്ളതനുസരിച്ച് നമുക്ക് ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ sp-ക്ക് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. CO2, BeCl2, BF2, C2H2 ഇതെല്ലാം sp ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ആണ്. sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ലീനിയർ ജോമെട്രി ആയിരിക്കും ഈ മോളിക്യൂൾസിനൊക്കെ ഉണ്ടാവുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള, കണ്ടോ, ലീനിയർ. അപ്പൊ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, പിന്നെ എസും പിയും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തുണ്ടാവുന്ന sp ഓർബിറ്റൽസിന് 50% s ക്യാരക്ടർ ഉണ്ടാവും, 50% പിയുടെ ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവും. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് sp ഹൈബ്രിഡൈസേഷൻ. സെക്കൻഡ് വൺ ആണ് sp2. sp2 എന്ന് പറയുമ്പോൾ ഒരു എസ് ഉണ്ടാവും, രണ്ട് പിയും ഉണ്ടാവും. കണ്ടോ, ഒരു എസും രണ്ട് പിയും. അപ്പൊ ഇവിടെ നമ്മൾ പി എക്സും പി സെഡും വിചാരിക്കുന്നു. അപ്പൊ ഒരു എസും രണ്ട് പിയും കമ്പൈൻ ചെയ്യൂ. അപ്പൊ 1 2 3, കണ്ടോ, 3 പേര് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര പേരാണോ ഹൈബ്രിഡൈസ് ചെയ്യുന്നത് അത്രയും ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. അപ്പൊ 3 പേര് ഹൈബ്രിഡൈസ് ചെയ്യുന്നത് കൊണ്ട് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. കണ്ടോ, അപ്പൊ ഈ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിപ്പൾഷൻ കുറച്ചുകൊണ്ട് മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കുന്നു. അപ്പൊ നോക്കൂ, എന്താ ഷേപ്പ് വരാം? ട്രയഗണൽ പ്ലാനാർ ജോമെട്രി. കണ്ടോ, ആംഗിൾ 120 ഡിഗ്രി ആയിട്ടുള്ള ട്രയഗണൽ പ്ലാനാർ ജോമെട്രി. അപ്പൊ അങ്ങനെയുള്ള 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടത്തെ ഷേപ്പ് എന്താണ്? ട്രയഗണൽ പ്ലാനാർ ജോമെട്രി. ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അപ്പൊ എസും രണ്ട് പിയും ഹൈബ്രിഡൈസ് ചെയ്യും. അപ്പൊ 33% എസ് ക്യാരക്ടർ ഉണ്ടാവും, 67% പി ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് BF3, BCl3, C2H4 എത്തിലീൻ, CH2 ഡബിൾ ബോണ്ട് CH2.
ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് BF3യുടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ സെൻട്രൽ ആറ്റം വരുന്നത് ബോറോൺ ആണ്. ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എഴുതി. 2s2 2p1 ആണ് വാലൻസ് ഷെല്ലിൽ വരുന്നത്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ ഇതൊരെണ്ണം ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. കാരണം 3 ഫ്ലൂറിനാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് വരേണ്ടത്. അങ്ങനെ ആലോചിക്കുക. അപ്പൊ 3 ഫ്ലൂറിന് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യണം. അപ്പോൾ SCന്ന് ഒരെണ്ണം PDക്ക് പ്രൊമോട്ട് ചെയ്തു. കണ്ടോ, അപ്പൊ 3 എണ്ണം. പക്ഷെ ഇത് ഒരു എസും 2 പിയും ആണ്. അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് ഈക്വൽ എനർജി ഉള്ള 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കിയതിനു ശേഷം ഇത് ഹൈബ്രിഡൈസ് ചെയ്തു എന്ന് കാണിക്കാനാണ് കേട്ടോ ഈ ഒരു ഡോട്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 3 sp2 ഓർബിറ്റൽസിലേക്ക് ഫ്ലൂറിൻ ഇലക്ട്രോൺ പെയർസ് കൊണ്ടുവന്ന് അങ്ങനെ BF3 മോളിക്യൂൾ ഫോം ചെയ്തു. കണ്ടോ, അപ്പൊ BF3 BCl3 C2H4 എത്തിലീനൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്നു. ഓക്കെ, പഠിച്ചു വെക്കാം. മൂന്നാമത്തെയാണ് sp3. sp3 ഇതേപോലെ എല്ലാം ഒരേപോലെ തന്നെ പഠിക്കാം, എളുപ്പമാണ് കേട്ടോ. അപ്പൊ sp3 എന്ന് പറയുമ്പോൾ ഒരു എസും 3 പിയും. അപ്പൊ 25% എസ് ക്യാരക്ടറും പിന്നെ 75% പി ക്യാരക്ടറും. അപ്പൊ നമ്മൾ ഒരു എസ് ഓർബിറ്റൽ എടുത്തു, 3 പി ഓർബിറ്റൽ എടുത്തു. അപ്പൊ എത്ര പേര് കമ്പൈൻ ചെയ്യുന്നുണ്ട്? 1 2 3 4. കണ്ടോ, അപ്പൊ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് വരുന്നത് ടെട്രാഹെഡ്രൽ ആണ്. ആംഗിൾ 109.5 ഡിഗ്രി, അല്ലെങ്കിൽ നമുക്ക് 109 ഡിഗ്രി 28 മിനിറ്റ് എന്നും പറയാം. രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ CH4 മോളിക്യൂൾ നോക്കാം, മീഥെയ്ൻ. അപ്പൊ സെൻട്രൽ ആറ്റം ആരാണ്? കാർബൺ. കാർബണിന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ നമ്മളൊന്ന് എഴുതി നോക്കി. 1s2 2s2 2p2. അപ്പൊ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ SC എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. കണ്ടോ, SC എന്ന് പറഞ്ഞെടുത്ത് പിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഒരു എസും 3 പിയും. കണ്ടോ, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. എന്നിട്ട് അതിലേക്ക് ഹൈഡ്രജന്റെ s ഓർബിറ്റൽ വരുന്നു. അതാണ് പിന്നെ CH4 മോളിക്യൂൾ ഉണ്ടാകുന്നത്. കണ്ടോ, ഇവിടെ ഹൈഡ്രജന്റെ s ഓർബിറ്റൽ ഇവിടെ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് CH4 മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോ CH4ന് പുറമെ NH3 H2O C2H6 നമ്മുടെ ഈഥെയ്ൻ CH3 CH3 ഇതെല്ലാം sp3 ഹൈബ്രിഡൈസേഷൻ ഉദാഹരണങ്ങളാണ്. അപ്പൊ എല്ലാത്തിന്റെയും ഷേപ്പ്, ആംഗിൾ, എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എങ്ങാനും പരീക്ഷയ്ക്ക് നമുക്ക് എക്സാമ്പിൾ ഏത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ടേ, നമ്മൾ സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് ഏത് ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കുക എന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഡി ഓർബിറ്റൽ വരുന്ന ഹൈബ്രിഡൈസേഷനും കൂടെ നോക്കാം. അതിൽ ആദ്യത്തെയാണ്, അതായത് നമ്മൾ പഠിക്കുന്നതിൽ 4ാമത്തെ ഡി വരുന്നതിൽ ആദ്യത്തെ, അതാണ് sp3d ഹൈബ്രിഡൈസേഷൻ. ഇത് കാണിക്കുന്നത് നമ്മുടെ PCl5 മോളിക്യൂൾ ആണ്. അപ്പൊ PCl5 നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം. PCl5 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എഴുതി നോക്കാം. 3s2 3p3. ഓക്കെ, അപ്പൊ PCl5 ആണ്. അപ്പൊ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക്. തേർഡ് ഷെല്ലാണ്, അപ്പൊ ഡി ഓർബിറ്റൽ ഉണ്ടാവും. അപ്പൊ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ നോക്കൂ, ഒരു എസും 3 പിയും 1 ഡിയും. അപ്പൊ 1 2 3 4 5 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കി. അതിലേക്ക് ക്ലോറിൻ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്ത് അങ്ങനെ PCl5 മോളിക്യൂൾ ഉണ്ടാകുന്നു. കണ്ടോ, ഇതാണ് PCl5ന്റെ ഷേപ്പ്. 3 ക്ലോറിൻ ഒരു പ്ലെയിനിലും 1 ക്ലോറിൻ എബവ് ആൻഡ് 1 ക്ലോറിൻ ബിലോ. അപ്പൊ ഇതാണ് ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി. ട്രയഗണൽ കണ്ടോ, ഒരു ട്രയാങ്കിൾ മേലെ താഴെ, ട്രയഗണൽ ബൈ പിരമിഡൽ. PCl5ന്റെ ഒരു പ്രത്യേകതയാണ് PCl5ലെ ഈ 5 ബോണ്ടും സെയിം അല്ല. 3 എണ്ണം അത് ഇക്വറ്റോറിയൽ ബോണ്ടും 2 എണ്ണം ആക്സിയൽ ബോണ്ടും. ഈ ആക്സിയൽ ബോണ്ട് ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാളും ലോങ്ങർ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ആക്സിയൽ ബോൺസ് അകന്ന് നിൽക്കും. അപ്പൊ ആ പോയിന്റും കൂടെ ഒന്ന് നമ്മൾ ഓർത്തു വെക്കണം. ആക്സിയൽ ബോൺസ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോൺസ്. ആക്സിയൽ ബോൺസ് റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി ഫോർ മിനിമം റിപ്പൾഷൻ ആക്സിയൽ ബോൺസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോ PCl5ന്റെ 5 ബോണ്ടും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. ഇനി ഇവിടെ ആംഗിൾ വരുന്നത് ഇവർ തമ്മിൽ 120 ഡിഗ്രി. കണ്ടോ, ഒരു ട്രയാങ്കിൾ പ്ലെയിനിൽ വരുന്നവർ തമ്മിൽ 120, മേലെയും താഴെ നിൽക്കുന്ന 2 ക്ലോറിൻ 90 ഡിഗ്രിയിലുമാണ് വരിക.
അങ്ങനെയാണ് PCl5ന്റെ ബോണ്ട് ആംഗിൾ വരുന്നത്. ഹൈബ്രിഡൈസേഷൻ ഓർത്തു വയ്ക്കുക, sp3d PCl5 ആണെന്ന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് sp3d2. sp3d2ന്റെ എക്സാമ്പിൾ ആണ് SF6. അപ്പൊ സെൻട്രൽ ആറ്റം വരുന്നത് സൾഫർ ആണ്. അപ്പൊ നമ്മൾ സൾഫറിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ 3s2 3p4 കണ്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഇലക്ട്രോണും ഇവിടുന്ന് ഒരു ഇലക്ട്രോണും, എസിൽ നിന്നും പിയിൽ നിന്നും ഓരോ ഇലക്ട്രോൺ ഡിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഒരു എസ് 3p 2d sp3d2. ഇനി അതിനെ മിക്സ് ചെയ്തിട്ട് എത്ര 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിലേക്ക് ഫ്ലോറിൻ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് SF6 ഉണ്ടാവും. ഇതിന്റെ ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ് കേട്ടോ. ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ SF6 sp3d2 ഒക്ടാഹെഡ്രൽ 90 ഡിഗ്രി. അത് എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും ഷേപ്പും ഹൈബ്രിഡൈസേഷനും അതിന്റെ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ അതിൽ വരുന്ന ഹൈബ്രിഡൈസേഷനിൽ വരുന്ന ആ പോയിന്റ്സും കൂടെ ഓർത്തു വെക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ചും കൂടെ ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.